അമ്മേ ആരുമെനിക്കില്ല ഒരാലംബനമമ്മേ ആരുമെനിക്കില്ല ഒരാലംബനമമ്മേ കാരുണ്യ സിന്ധു നിൻ പാദപദ്മമഞ്ഞേ ആരുമെനിക്കില്ല ഒരാലംബനമമ്മേ കാരുണ്യ സിന്ധു നിൻ പാദപദ്മമഞ്ഞേ മാളികപ്പുറം വാഴും മംഗളശീലേ മാളികപ്പുറം വാഴും മംഗളശീലേ തൃക്കടൽ കണ്ടു വണങ്ങുമാറാകണം ആരുമെനിക്കില്ല ഒരാലംബനം അമ്മേ നേർവരും ദുഃഖങ്ങൾ ഓരോന്നായപ്പോൾ നേർവരും ദുഃഖങ്ങൾ ഓരോന്നായപ്പോൾ നീക്കി വഴി പോലെ കാക്കുമമ്മേ നേർവരും ദുഃഖങ്ങൾ ഓരോന്നായപ്പോൾ നീക്കി വഴി പോലെ കാക്കുമമ്മേ മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ മാനിനിമാർ മൗരേ വിളങ്ങിടണേ അമ്മേ ആരുമെനിക്കില്ല ആലംബനമമ്മേ അമ്മേ കാരുണ്യ സിന്ധു നിൻ പാദപദ്മമഞ്ഞേ അമ്മേ 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 ഞാനിങ്ങനെ അമ്മമാരെ ബഹുമാനിക്കണം എന്നൊക്കെ വേദിയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പല സമയത്തും പല അമ്മമാരും വന്നിട്ട് പറയും എൻ്റെ മോനെങ്കിലും പറയാനുണ്ടല്ലോ ഇങ്ങനെ എൻ്റെ മക്കളൊക്കെ ദൂരെയാണ് ആരുമില്ല അടുത്തില്ല അപ്പം എന്താ ഈ അമ്മമാരെന്നെ അവർക്ക് ആർത്തി പിടിച്ചിട്ട് വലിയ വിദ്യാഭ്യാസവും വലിയ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഓട്ടം ഓടും പിന്നെ അവരവരെ ജോലി കിട്ടിയേ പോവില്ലേ എന്നിട്ടിരുന്ന് കരയും അപ്പം ഞാൻ പറയും ഒന്നും വിഷമിക്കേണ്ട കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുക അതുകൊണ്ട് വെറുതെ അല്ലേ അടുത്ത വീട്ടിലെ കുട്ടിക്ക് പനി വന്നാലാണോ നമ്മളെ കുട്ടിക്ക് പനി വന്നാലാണോ നമുക്ക് കൂടുതൽ സങ്കടം നമ്മളെ കുട്ടിക്ക് പനി വന്നാലാ അപ്പം നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് ആരാണോ അതാണ് നമ്മുടെ ശത്രു അത് പുരാതനമായൊരു സങ്കല്പമാണ് അങ്ങാടിപ്പുറം വള്ളുവനാട്ടിലെ ഒരു സങ്കല്പമാണ് പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മം മക്കളായിട്ട് ജനിക്കും അതായത് നമ്മൾ വാഴ വെച്ച് കൊല വെട്ടാമെന്ന് വിചാരിക്കുന്ന പോലെ മക്കളെ വളർത്തി ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവൂ ഞാനെന്ന് വെച്ചാൽ പേരക്കുട്ടീൻ്റെ കല്യാണക്കാര്യത്തിൽ വരെ ഇടപെടുന്ന അമ്മൂമ്മമാർക്ക് ദുഃഖമുണ്ടാവുക സ്വാഭാവികമാണ് അവരത് അനുഭവിക്കാൻ യോഗ്യരുമാണ് നേരെ മറിച്ച് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ഈ പറയുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് കുങ്കുമപ്പൂവെങ്കിൽ കുങ്കുമപ്പൂവും കണ്ട് മിണ്ടാതിരിക്കുക പക്ഷെ പിന്നെ പേരക്കുട്ടികൾ നാമം ചെല്ലുന്നില്ല എന്ന് പറയരുത് ചില വീട്ടിൽ ചെല്ലുമ്പോൾ പറയും മോനെ പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈശ്വരനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എൻ്റെ വീട്ടിലുണ്ട് കുട്ടികൾ ഒരു നാമം ജപിക്കാനും കൂടി അവർക്ക് നേരില്ല അപ്പം എന്താ ഈ പറയുന്ന ആൾ റിമോട്ട് മ്യൂട്ടാക്കിയിട്ടാണ് ഈ പറയണത് ഞാൻ ചെല്ലുമ്പോഴേ അവരാദ്യം കാണിച്ചു കൊടുക്കണ്ടേ എന്നല്ലേ കുട്ടികൾ നാമം ചെല്ലാത്തതിന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുക എന്നുള്ളത് ഇപ്പോൾ 40-50 കഴിഞ്ഞ ആളുകളുടെ ഒരു വിനോദമായിരിക്കുന്നു കേരളത്തിൽ തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയാണ്
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ തരത്തിൽ കലയിൽ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ളവരും താല്പര്യരുമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താളം പിടിച്ചോളൂ. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആരും താളം പിടിച്ച് കഷ്ടപ്പെടരുത്. എല്ലാം മറന്നിട്ട് കുറച്ച് നേരം കൊണ്ട് പോരൂ. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം. കണ്ടതു കണ്ടതു കൊണ്ടാടിക്കൊണ്ടെന്തൊരു കിന്നാരം. കേട്ടതു കേട്ടതു കേട്ടു പഠിച്ചതു പറയുവതെന്തൊരു പുന്നാരം. അയനത്തുള്ളതു കൊക്കിലെടുത്തോണ്ടെങ്ങോ സഞ്ചാരം. അയനത്തെങ്ങാൻ പോയി വലഞ്ഞാൽ അതുമൊരു വ്യാപാരം. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിനു കഴിയട്ടെ. പച്ച പിടിച്ചൊരു പൂഞ്ചിറകാൽ നീ പാറി പകരുമ്പോ, അച്ചിറകടിയിൽ നീലാകാശമതൽപ്പവും ഇളകുമ്പോ, കുഞ്ഞു കണ്ണിനു കാണാൻ കഴിയാത്ത അകലങ്ങളിൽ നിന്നും കുഞ്ഞിനു കേൾക്കാൻ കഥയും കൊണ്ടേ നീ ഇനിയും വരും. നിന്നെ അടച്ചു വളർത്തി പോറ്റാൻ കൂടുകളും പേരി പൊന്നിൻ നൂൽവല വീശിയെറിഞ്ഞു കളിക്കുന്നുണ്ടു ചിലർ. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും. നിൻ പൂഞ്ചിറകും പുഞ്ചിരി നോക്കും നിഷ്ഫലമായി തീരും. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്പേ നീ, കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാകിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിനു കഴിയട്ടെ. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാകിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിനു കഴിയട്ടെ. നമ്മുടെ കൊക്കിനു കഴിയട്ടെ. നമ്മുടെ കൊക്കിനു കഴിയട്ടെ. നമ്മുടെ കൊക്കിനു കഴിയട്ടെ. ഈ കവിതയുടെ താല്പര്യം, നിന്നെ അടച്ചു വളർത്തിപ്പോറ്റാൻ കൂടുകളും പേറി പൊന്നിൻ നൂൽവല വീശിയെറിഞ്ഞ് കളിക്കുന്നുണ്ട് ചിലർ. നിങ്ങൾ വളരെ നല്ലവനായിട്ട് ജീവിച്ചാൽ നിങ്ങളെ എന്താ പറയുക, സ്നേഹിച്ചു കൊല്ലും. നിങ്ങളിത്തിരി ആളുകളോട് ഈ സമൂഹത്തിൻ്റെ ചീത്തത്തരങ്ങളെക്കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറച്ചൊരു ഭീരുത്വം ഇല്ലാതെ ജീവിച്ചാൽ നിങ്ങളെ ഞെക്കിക്കൊല്ലും. ഒന്നുകിൽ ഞെക്കിക്കൊല്ലും, അല്ലെങ്കിൽ നക്കിക്കൊല്ലും. ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത വീട്ടിലെ മാമൻ ചെല്ലും, അല്ലെങ്കിൽ ചേച്ചി ചെല്ലും. മോൾക്ക് ടി വിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കും. ഒരു പാവം വളരെ സാധാരണമായി സമാധാനമായിട്ട് ആ കുട്ടി പാട്ടൊക്കെ പാടി കഴിയുമ്പോഴാണ് ടി വിയിൽ ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവരോട് ഈ രക്ഷിതാവിന് മോഹം കയറുകയായി. മര്യാദയ്ക്ക് പാടിക്കൊണ്ടിരുന്ന ആ കുട്ടീനെ പിന്നെ ടി വിയിൽ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് നിരാശരായി തിരിച്ചു വരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിലുള്ള എല്ലാ നന്മകളെയും ഇല്ലാതാക്കാൻ ഈ ചുറ്റുപാട് പ്രലോഭനങ്ങളെ കൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ. ഞാനൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ 2 MH ഒക്കെയാണ് കൊണ്ടുവരിക. ഞാനങ്ങനെ കണ്ടിട്ട് പഠിച്ചതിൻ്റെ പേര്. അവരുടെ വിചാരം ഞാൻ ഫുള്ള് ഫിറ്റായാലേ പാട്ട് പാടുകയെന്നാണ്. ഞാൻ വെള്ളടിച്ചാലേ പാടാറുള്ളൂ, അത് ചൂടുവെള്ളമാണ്. എന്ത് ചെയ്യാനാ, കലാകാരന്മാരെ നശിപ്പിക്കുന്ന പകുതി സംഘാടകരാണ്. ഇവിടെ ഉള്ളവർ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, ഇവരാരും അത് ചെയ്തിട്ടില്ല. അതായത് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പലതരത്തിലുള്ള, നിങ്ങൾക്ക് അവാർഡ് മേടിക്കാലോ, നിങ്ങൾക്ക് സ്റ്റാർ സിംഗറിൽ പോകാലോ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും നല്ലൊരു കലാകാരനോ കലാകാരിയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞ കവിതയിൽ നിന്ന് ഡോക്ടർ കയ്യപ്പ പണിക്കർ ഉദ്ദേശിച്ചത്. ഡക്ക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ തോളിൽ കിടക്കുന്ന വാദ്യത്തിൻ്റെ പേരെല്ലാവർക്കും അറിയാലോ അല്ലേ? ഒന്ന് ഉറക്കെ പറയുക നോക്കട്ടെ. പോരാ, ഒന്നുകൂടി. അടയ്ക്കയല്ല, എടയ്ക്ക. എടയ്ക്ക, ഡക്ക എന്ന് പറയുന്ന സംസ്കൃത പദമാണ് ഇടയ്ക്ക എന്നായിട്ട് ഉച്ചാരണം മാറിയത്. കുറച്ചു നേരം അദ്ദേഹം അത് വായിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം അതിനെക്കുറിച്ച് പറയാം. ആദ്യം അത് വായിക്കട്ടെ.